എന്ന രാഷ്ട്ര ശരീരത്തിലാകമാനം സംഘപരിവാറിന്റെ ആലകളിൽ നിന്ന് അരിച്ചിറങ്ങുന്ന വെറുപ്പിന്റെ അണുക്കൾ സകല സീമകളും ലംഘിച്ച് തിമിർത്താടുന്ന സന്ദർഭമാണിത്. കലാ സാംസ്കാരിക മേഖലകളിലേക്കും ഹിന്ദുത്വ ഫാഷിസത്തിന്റെ വെറുപ്പ് പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിനിമാ മേഖലയിലെ വെറുപ്പുത്പാദനം. സിനിമ എന്ന ജനപ്രിയ കലയെ വരുതിയിലാക്കാനുള്ള ശ്രമം ഹിന്ദുത്വ ശക്തികൾ തുടങ്ങിയിട്ട് ഏറെ കാലമായി. നാസി ജർമ്മനിയെ ഓർമ്മിപ്പിക്കുന്ന വിധം പ്രൊപ്പഗണ്ട സിനിമകളാണ് ഇപ്പോൾ ഇന്ത്യൻ ഫാഷിസ്റ്റുകൾ വ്യാപകമായി ഉത്പാദിപ്പിക്കുന്നത്. ഒപ്പം സിനിമാശാലകൾ വിദ്വേഷപുരകളായി മാറ്റിത്തീർത്തിരിക്കുന്നു സംഘപരിവാരങ്ങൾ. ഇന്ത്യ എന്ന അതിശക്തമായ ജനായത്ത രാഷ്ട്രത്തെ ആക്രമിച്ച് കീഴടക്കാൻ ഹിന്ദുത്വർക്ക് കൃത്യമായ പദ്ധതികളുണ്ട്. തങ്ങൾ പടച്ചുണ്ടാക്കുന്ന വ്യാജ ചരിത്രത്തെയും നുണകളെയും സിനിമകളായി അവതരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തെ അപനിർമ്മിക്കുകയാണ് സംഘപരിവാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇലക്ഷൻ അടുത്തതോടെ അതിന്റെ തീവ്രത ഏറിയിട്ടുണ്ട് താനും. 2024 ഒരു പ്രധാന ഫാഷിസ്റ്റ് പ്രൊപ്പഗണ്ട സിനിമയാണ് സ്വതന്ത്രവീർ സവർക്കർ. ഗാന്ധി ഘാതക പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷുകാരുടെ നിരന്തരം മാപ്പപേക്ഷ നടത്തിയ മുസ്ലിം വെറുപ്പ് സിരകളിലും തലച്ചോറിലും ആവാഹിച്ച സവർക്കറുടെ തിരശീലയിലേക്കുള്ള മടങ്ങിവരവ് പക്ഷേ ഉജ്ജ്വല പോരാളിയുടെ വേഷത്തിലാണെന്ന് മാത്രം. ബ്രിട്ടീഷ് വിരോധിയും ധീര പോരാളിയുമായാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ സവർക്കറെ അവതരിപ്പിച്ചിരിക്കുന്നത്. പതിവ് പോലെ ഗാന്ധിജിയാണ് മറുവശത്ത്. ഹിംസയാണ് വിജയത്തിന്റെ ഒരേയൊരു വഴിയെന്ന് സിനിമ പറയുന്നു. ഗാന്ധിയും കൂട്ടരും രാജ്യസ്വാതന്ത്ര്യം വൈകിപ്പിച്ചെന്നും കോൺഗ്രസുകാർ കാലാപാനിയിൽ പോകാതെ ലോക്കൽ ജയിലുകളിൽ സുഖവാസം നടത്തിയെന്നും സിനിമ പറയുന്നു. 2024 പുറത്തിറങ്ങിയ മറ്റൊരു പ്രൊപ്പഗണ്ട സിനിമയാണ് മേം അടൽ ഹൂ. അടൽ ബിഹാരി വാജ്പേയിയുടെ ബയോപിക്കാണ് സിനിമ. പങ്കജ് ത്രിപാഠിയാണ് വാജ്പേയിയായി തിരശീലയിലെത്തിയത്. ഇതിനു മുമ്പ് മോദിയുടെ ബയോപിക്കും PM നരേന്ദ്രമോദി എന്ന പേരിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ വേദനിച്ച് കരയുന്ന മോദിയെയാണ് അന്ന് സിനിമയിൽ കണ്ടത്. നിഷ്കളങ്ക വേഷത്തിലെത്തുന്ന ബയോപിക്കുകൾ കൂടാതെ വിദ്വേഷം അമിപ്പിക്കുന്ന റസാക്കർ പോലുള്ള സിനിമകളും 2024 തിയേറ്ററുകളിലെത്തി. തെലുഗു, ഹിന്ദി ഭാഷകളിൽ തിയേറ്ററുകളിലെത്തിയ റസാക്കർ വിഭജനകാലത്തെ ഹൈദരാബാദിന്റെ കഥയാണ് പറയുന്നത്. മുസ്ലിം വിദ്വേഷം ആഴത്തിൽ പരത്താനുള്ള നഗ്നമായ ശ്രമമാണ് റസാക്കർ. ഹൈദരാബാദ് നൈസാമിന്റെ സൈന്യമായ റസാക്കർമാർ നടത്തിയ ഹിന്ദു വംശഹത്യയാണ് സിനിമയുടെ പ്രമേയം. ഇസ്ലാം, ഹിന്ദു മതങ്ങളിലെ ടെർമിനോളജികൾ പരസ്പരം എതിരായി സിനിമയിൽ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യവും നുണകളും കൂടിക്കുഴഞ്ഞ സിനിമ ആളുകളിൽ പരസ്പര വിദ്വേഷം പരത്തുക എന്ന ഉദ്ദേശത്തിൽ മാത്രം നിർമ്മിച്ചിട്ടുള്ളതാണ്. പുറത്തിറങ്ങാനിരിക്കുന്ന മറ്റൊരു പ്രൊപ്പഗണ്ട സിനിമയാണ് JNU ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി. വിദ്യാഭ്യാസത്തിന്റെ അടഞ്ഞ ചുവരുകൾക്കുള്ളിൽ രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു എന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ. ഹിന്ദുത്വ ഭീകരർ പറഞ്ഞു പരത്തിയ വ്യാജങ്ങൾ സിനിമകളായി വെള്ളിത്തിരയിൽ എത്തുന്നു എന്നത് ഒരേ സമയം കൗതുകവും ഭീതിയും ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി രാജ്യത്തിനകത്തും പുറത്തും ഭീകര പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന നുണക്കഥയായിരുന്നു സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത ദ കേരള സ്റ്റോറി എന്ന സിനിമയുടെ ഇതിവൃത്തം. ദ കേരള സ്റ്റോറി നിർമ്മാതാവായ വിപുൽ അമൃതലാൽ ഷായുടെ മറ്റൊരു പ്രൊപ്പഗണ്ട സിനിമയായ ബസ്തർ ദ നക്സൽ സ്റ്റോറി ഇപ്പോൾ തിയേറ്ററുകളിലാണ്. കേരള സ്റ്റോറിയിലെ നായിക അദാ ശർമ്മ തന്നെയാണ് ഇവിടെയും പ്രധാന കഥാപാത്രമാകുന്നത്. ആഴ്ചകൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ആർട്ടിക്കിൾ 370 എന്ന സിനിമ 100 കോടി കളക്ട് ചെയ്തിരുന്നു. യാമി ഗൗതം, പ്രിയാമണി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സിനിമയാണ്. സിനിമയെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും ശ്രദ്ധേയമാണ്. ദ കാശ്മീർ ഫയൽസിൽ തുടങ്ങി കേരള സ്റ്റോറിയിലൂടെയും 72 ഹുറിയാനിയിലൂടെയും വികസിച്ച ഹിന്ദുത്വ പ്രൊപ്പഗണ്ട സിനിമകളുടെ ഒഴുക്ക് തുടരുമെന്നാണ് ഹിന്ദുത്വ വാച്ച് പോലുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോദ്ര, ആക്സിഡന്റൽ ഓർ കോൺസ്പിറസി, ടിപ്പു, ആഖിർ പാലായൻ കബ് തക് തുടങ്ങിയ സിനിമകൾ വരാനിരിക്കുകയാണ്. RSS നേതാക്കളായ ഡോക്ടർ ഹെഡ്ഗേവാർ, ദീൻദയാൽ ഉപാധ്യായ എന്നിവരുടെ ബയോപിക്കുകൾ നിർമ്മാണത്തിലാണ്. ഹിന്ദുത്വവാദികളുടെ മാസ്റ്റർ പ്രൊജക്ടുകളിലൊന്ന് RSSന്റെ ചരിത്രം പറയുന്ന ഭഗവദ്വജ് എന്ന സിനിമയാണ്. തെലുഗ് സിനിമയിലെ മുൻനിരക്കാർ ഒന്നിക്കുന്ന സിനിമയാകും ഇതെന്നാണ് വിവരം. ബാഹുബലിയുടെയും RRRന്റെയും എഴുത്തുകാരനും സംവിധായകൻ രാജമൗലിയുടെ അച്ഛനുമായ വിജയേന്ദ്ര പ്രസാദ് തിരക്കഥയൊരുക്കുന്ന സിനിമ മുഖ്യധാരയിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് RSS. ഹിന്ദുത്വയ്ക്ക് വേണ്ടി സിനിമകളും ഷോകളും ചുട്ടെടുക്കുന്നതിന് നിയോഗിക്കപ്പെട്ട പ്രധാനികളിൽ ഒരാൾ മലയാളിയാണ്. പ്രിയദർശനാണ് ഈ ശകുനിപുരയിലെ മുഖ്യ പരികർമ്മി. തന്റെ സിനിമകൾക്ക് ദേശീയ പുരസ്കാരങ്ങൾ തരപ്പെടുത്തി പണി തുടങ്ങിയ പ്രിയദർശൻ ഇന്ന് ഹിന്ദുത്വ സിനിമാ പദ്ധതിയിലെ പ്രധാന കണ്ണിയാണ്. രാമജന്മഭൂമി പ്രക്ഷോഭങ്ങളുടെ നിണം ചാലിട്ടൊഴുകിയ നാൾവഴികളെ RSS ഡോക്യുമെന്ററിയാക്കുമ്പോൾ പ്രിയദർശനാണ് അതിന്റെ സംവിധായകൻ. 6 ദേശീയ പുരസ്കാരം നേടിയ സംവിധായകർ ചേർന്ന് RSSനെ പറ്റി ഒരുക്കുന്ന വൺ നേഷൻ എന്ന വെബ് സീരീസിലും പ്രിയദർശൻ അംഗമാണ്. വിവേക് അഗ്നിഹോത്രിയാണ് ഈ സീരീസിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രമുഖ സംവിധായകൻ. പ്രൊപ്പഗണ്ട സിനിമകളോടൊപ്പം തന്നെ അതിവിദഗ്ധമായി ഒളിച്ചുകടത്തുന്ന ഇസ്ലാമോഫോബിക് സിനിമകളുടെ എണ്ണത്തിലും കാര്യമായ വർധന ഉണ്ടായിട്ടുണ്ട്.
വമ്പൻ പ്രൊഡക്ഷനുകളുടെ പിന്തുണയിൽ വൻ താരനിരയോടെയാണ് ഇത്തരം സിനിമകൾ എത്തുന്നത്. പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധത തോന്നിക്കാത്ത ഈ സിനിമകളുടെ മുഖ്യ പ്രമേയം തീവ്രവാദമോ മുഗൾ ഭരണമോ ആയിരിക്കും. വെബ് സീരീസുകളും ഈ ദുരാചാരത്തിൽ നിന്ന് മുക്തമല്ല. 2024 പുറത്തിറങ്ങിയ രോഹിത് ഷെട്ടി സീരീസായ ഇന്ത്യൻ പോലീസ് ഫോഴ്സ് ഇത്തരത്തിലുള്ള പ്രൊഡക്ഷനുകളിൽ അവസാനത്തേതാണ്. സൈന്യത്തിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും വീരകഥകൾ എന്നും ദേശീയത ഊട്ടിയുറപ്പിക്കാനുള്ള വഴികളിലൊന്നാണ്. യാതൊരു തെളിവും ഇല്ലാത്ത ഇത്തരം കഥകളാണിന്ന് സിനിമകളായി പ്രേക്ഷകന് മുന്നിലെത്തുന്നത്. കണ്ട് കൈയടിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹി വരെ ആകാവുന്നതിനാൽ വിമർശനം തന്നെ അസാധ്യമാക്കുന്ന അവസ്ഥയുമുണ്ട്. സംഘപരിവാർ ആലകളിൽ മെനഞ്ഞെടുക്കുന്ന എല്ലാ സാംസ്കാരിക ഉൽപ്പന്നങ്ങളും ആത്യന്തികമായി പരത്തുന്നത് ഇസ്ലാം ഭീതിയും വെറുപ്പുമാണ്. സിനിമയെന്ന 20-ാം നൂറ്റാണ്ടിന്റെ കലയെ ആയുധവൽക്കരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദുത്വർ ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇതിനെതിരായ സാംസ്കാരിക ചെറുത്തുനിൽപ്പ് ഉണ്ടായില്ലെങ്കിൽ തിരശീലയിലെ അജൈവ ദൃശ്യങ്ങളും വാക്കുകളും തെരുവിൽ തീ പടർത്തുന്നതിന് കാരണമാകുന്ന കാലം വിദൂരമല്ല.